ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും തുല്യം അടിപൊളി ചേനക്കറി. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിക്കും മട്ടൻ കറിക്കും പകരക്കാരനായ ഒരു ചേനക്കറി. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഇനി ഈ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. 1/2 കിലോ ചേന അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെള്ളം വരാനായിട്ട് അരിപ്പയിലോട്ട് ഇട്ട് വെക്കുക. കട്ട് ചെയ്തെടുത്ത ചേന ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ആവി കൊള്ളിച്ചെടുക്കാൻ പോവാണ്. ഒരു 5-6 മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അധികം വെന്തുടയാൻ പാടില്ല, ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കായിരുന്നു. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്, ഷാലോ ഫ്രൈ. ഈ ചേന ആവിയിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിനായി മിക്സി ജാറിലോട്ട് 1 കപ്പ് തേങ്ങ, 5 ഉണക്കമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 കാഷ്യൂ നട്ട്സ്. ഈ ഐറ്റംസ് എല്ലാം ഒന്ന് പൊടിച്ച ശേഷം നമുക്ക് പാകത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. ചേന 6 മിനിറ്റ് കൊണ്ട് ആവിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോകരുത്, ആ പാകത്തിനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് തണുക്കാൻ വെക്കണം. ഒരു പാത്രത്തിലിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിൽ മസാല മിക്സ് ചെയ്യാനുണ്ട്. ചേന നന്നായിട്ട് തണുത്ത് വന്ന ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് പാകത്തിന് മസാലകൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം തന്നെ 1 ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിന് വേണ്ടുന്ന 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ തൈരും കൂടി, പുളി കുറഞ്ഞ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. ചേന അധികം വെന്തു പോയതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പം പൊടിഞ്ഞു പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ അതും നന്നായിട്ട് വെന്ത് വരുമല്ലോ. പിന്നെ കറിയിലിടുമ്പോഴും കുറച്ച് വേവും. അപ്പോൾ എല്ലാം കൂടി പാകത്തിന് വെന്ത് വരും നമ്മൾ കറിയാവുമ്പോഴേക്കും. മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലാണ് ചേന ഷാലോ ഫ്രൈ ചെയ്യുന്നത്. മാരിനേറ്റ് ചെയ്ത ചേന മുഴുവനായിട്ടും നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിരത്തി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് മറിച്ചിടാൻ പറ്റുന്ന മറിച്ചിടുക. അങ്ങനെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിടണം. ഒരു 5-8 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പാകത്തിന് മുരിഞ്ഞ് വരും. കഴിയുന്നിടത്തൊന്ന് തിരിച്ചിടുക. ഇല്ലെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കരിഞ്ഞു പോകും. കരിയാതെ ചെയ്തെടുക്കണം. അങ്ങനെ മുരിഞ്ഞ് ക്രിസ്പി ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഷാലോ ഫ്രൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും അത്രയേ വേണ്ടുള്ളൂ. ചേന പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി മസാലയ്ക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ഇതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടൊമാറ്റോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ 2 തണ്ട് കറിവേപ്പില വേണം. ഒരു 2 കുഞ്ഞു സവോള അരിഞ്ഞെടുത്തത് വേണം. ഈ പച്ച മസാലകളൊക്കെ വഴറ്റിയെടുക്കാനായിക്കൊണ്ട് കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ശേഷം പട്ട, 2 ഏലക്കായ, 2 കറാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം ഇടാൻ മറന്നു പോയതാണ്. ഇനി ഇതിൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ച സവോളയുണ്ട്. സവോള നന്നായിട്ട് വഴന്നു വരണം. ഇത് ഒരു ഇത്തിരി പെരിഞ്ചീരപ്പൊടിയാണ്. ആദ്യം നിങ്ങൾ പെരിഞ്ചീരം ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഞാൻ പൊടിയായതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. സവാളക്ക് വേണ്ടുന്ന ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഒരു ടീസ്പൂൺ എടുത്ത് മുളക് പൊടി, എരിവ് നിങ്ങൾക്ക് വേണ്ടത്ര ചേർക്കാം. 1/4 ടീസ്പൂൺ വേണ്ട മഞ്ഞൾപ്പൊടി കുറച്ചെടുത്തിട്ടുണ്ട്.
1 ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിരുന്ന 2 ടൊമാറ്റോ. ഉടയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ജിഞ്ചർ, ഗാർലിക്ക്, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ചേർത്തൊന്ന് വഴറ്റി ശേഷം സവാള ഇട്ട് കൊടുത്തു. സവാളേൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ പൊടിച്ച് പെരിഞ്ജീരകപ്പൊടി, 2 ഏലക്കായ, 2 കറാമ്പൂ, 2 ചെറു പീസ് കറാമ്പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പാകത്തിന് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടികളൊക്കെ ചേർത്ത ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുത്തു. ഇനി ടൊമാറ്റോ ഒന്ന് വെന്തിട്ട് ഉടഞ്ഞ് വരണം. അതിന് ശേഷം നമുക്ക് കറിയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. ടൊമാറ്റോ വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഗ്രേവിക്ക് വേണ്ടത്ര വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 200 മില്ലി ഒഴിച്ചിട്ടുണ്ട്. വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പിൽ കാഷ്യൂ നട്ട്സ് ചേർത്തുകൊണ്ട് കറി പെട്ടെന്ന് തന്നെ കുറുകി വരും. കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചേന ചേർത്ത് കൊടുക്കണം. ചേന ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് നന്നായി തിളച്ച് ചേനയിലേക്ക് മസാലയൊക്കെ പിടിച്ച് വരും വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എങ്കിൽ നമ്മളെ കറി റെഡിയാവും. നല്ല ടേസ്റ്റി കറിയായിരിക്കും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നമ്മൾ ഊണിനൊപ്പം നല്ല ടേസ്റ്റി കറിയായിട്ടും അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, നാണ് ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷനുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചേന കറി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കനും മട്ടനും ഒക്കെ കഴിക്കുന്ന അതേ ഫീൽ കിട്ടും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. നോൺ വെജിന് പകരക്കാരൻ നല്ല ടേസ്റ്റ് ചേനക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ കറി ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പോകുമ്പോഴാ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.